അജയ്യതയുടെ പ്രതീകം. നേരം പുലർന്നു. സമയം 6 മണി. തലേന്നു സന്ധ്യ മുതൽ അനുസ്യൂതം തുടർന്നുവരുന്ന പ്രാർത്ഥനാഗാനങ്ങളുടെ ലോലമായ ഈണം അപ്പോഴും ധാരമുറിയാതെ തുടരുന്നു. സമയം 6:30. ഗാന്ധിജി യാത്രയ്ക്കുള്ള ഒരുക്കവുമായി ആശ്രമത്തിൻ്റെ മുൻവാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. വലതുകൈയിൽ സന്തത സഹചാരിയായ മുളവടി, ഇടതുകൈയിൽ ഒരു കൊച്ചു ഭാണ്ഡം. ഉടുവസ്ത്രമായി സുപരിചിതമായ ഒറ്റമുണ്ട്. ചുണ്ടിൽ നനുത്ത പുഞ്ചിരി, കണ്ണുകളിൽ ദൃഢനിശ്ചയത്തിൻ്റെ ജ്വലനം. കൂടി നിന്നവർ ജയാരവം മുഴക്കി. മഹാത്മാഗാന്ധി കീ ജയ്. ഗാന്ധിജി പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ അവരോട് ശാന്തരായിരിക്കാൻ ആംഗ്യം കാട്ടി. വീണ്ടും ആശ്രമ പരിസരത്തിൽ നിശബ്ദത കളിയാടി. ഗാന്ധിജി സൗമ്യമായ സ്വരത്തിൽ മൊഴിഞ്ഞു. ഒന്നുകിൽ ലക്ഷ്യം പൂകി ഞാൻ തിരിച്ചു വരും, അല്ലെങ്കിൽ എൻ്റെ ജഡം കടലിൽ പൊങ്ങിക്കിടക്കുന്നത് നിങ്ങൾ കാണും. നനവാർന്ന കണ്ണുകളോടെ ജനങ്ങൾ ഗാന്ധിജിക്ക് യാത്ര നൽകി. സമരത്തിൽ പങ്കെടുക്കാനുള്ള 89 സന്നദ്ധ ഭടന്മാരെയാണ് ഒപ്പം കൊണ്ടുപോയിരുന്നതെങ്കിലും അറ്റം കാണാത്ത ഒരു ജനപ്രവാഹമാണ് ദണ്ഡി വരെ സത്യഗ്രഹികളെ അനുയാത്ര ചെയ്തത്. മുൻകൂട്ടി പരിപാടിയിട്ട വഴിയിലൂടെയായിരുന്നു യാത്ര. ഗാന്ധിജിയുടെ സമാഗമം അറിയിച്ചുകൊണ്ട് വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ഉച്ചഭാഷിണിയുമായി ഒരു സംഘം മുന്നിൽ നടന്നിരുന്നു. അതുകാരണം വഴിനീളെ അഭൂതപൂർവമായ ജനക്കൂട്ടം സ്വീകരിക്കാനും യാത്രയയക്കാനും തയ്യാറായി നിൽക്കുകയായിരുന്നു. അവർ നടന്നു പോകുന്ന വഴികളിൽ ഗ്രാമീണർ പൂക്കൾ വർഷിച്ചു, പച്ചിലമെത്ത വിരിച്ചു, ദീപം കൊളുത്തി, പൂജാദ്രവ്യങ്ങൾ നിരത്തി, തോരണങ്ങൾ തൂക്കി, വാദ്യം മുഴക്കി, ശംഖനാദമുയർത്തി. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു സത്യഗ്രഹികൾ. വിവിധ പ്രായത്തിലുള്ളവർ, നിരക്ഷരരും വിദ്യാസമ്പന്നരും, നിർധനരും സമ്പന്നരും, ഹിന്ദുവും മുസ്ലിമും, ക്രിസ്ത്യനും ശിഖനും മറ്റു മതസ്ഥരും. ഗാന്ധിജിയുടെ കുടുംബത്തിൽ നിന്ന് മകൻ മണിലാലും പൗത്രൻ കാന്തിലാലും. ഏറ്റവും പ്രായം കൂടിയ സത്യഗ്രഹി ഗാന്ധിജി തന്നെ. 61 വയസ്സ്. വയസ്സു കുറഞ്ഞ കാന്തിലാലിന് പ്രായം 18. കാണാൻ ചെന്നവരിൽ പലർക്കും തിരക്കുമൂലം വൃക്ഷക്കൊമ്പുകളിലും കെട്ടിടങ്ങളുടെ മട്ടുപ്പാവുകളിലും സ്ഥാനം തേടേണ്ടി വന്നു. 24 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഏപ്രിൽ 5-ന് പ്രഭാതത്തിലാണ് ഗാന്ധിജിയും അനുയാത്രികരും ദണ്ഡിയിലെത്തിയത്. അടുത്ത ദിവസം ഉപ്പുവാരി നിയമം ലംഘിക്കാനാണ് തീരുമാനിച്ചത്. ഏപ്രിൽ 6 മുതൽ 13 വരെയുള്ള ദിവസങ്ങൾ അക്കാലത്ത് ദേശീയ ദുഃഖാചരണ വാരമായി ആചരിക്കാറുണ്ടായിരുന്നു. ജാലിയൻ വാലാബാഗിലെ ക്രൂരമായ നരഹത്യയെ അനുസ്മരിച്ചുകൊണ്ട്. ഏപ്രിൽ 6 രാവിലെ 6 മണി. ഉപ്പു നിയമം ലംഘിക്കുന്ന ഒന്നാമത്തെ സത്യഗ്രഹഭടൻ എന്ന നിലയിൽ ഗാന്ധിജി തീരം വിട്ട് കടലിലിറങ്ങി. 5000-ൽ പരം ആളുകളുടെ കണ്ടങ്ങളിൽ നിന്ന് ജയഘോഷം മുഴങ്ങി. അരയോളം വെള്ളത്തിൽ തിരമാലകൾ മുറിച്ച് കടലിലേക്ക് നീങ്ങിച്ചെന്ന ആ സത്യഗ്രഹഭടൻ സമുദ്ര സ്നാനം ചെയ്ത് ദേഹശുദ്ധി വരുത്തി. തുടർന്ന് കരയിലേക്ക് നടന്നു ചെന്ന് കടൽ തീരത്തിന് ലോലമായ ആവരണമായി നിലകൊള്ളുന്ന ഉപ്പുതരികൾ ഒരു പിടി വാരിയെടുത്തു. അപ്പോൾ മുദ്രാവാക്യം നിർത്തി ജനങ്ങൾ വീർപ്പടക്കി നിന്നു. ഉപ്പ് വാരിയെടുത്ത വലങ്കൈ മുഷ്ടി ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗാന്ധിജി അപ്പോൾ ദൃഢസ്വരത്തിൽ പ്രഖ്യാപിച്ചു: അഹിംസാവ്രതക്കാരനായ സത്യഗ്രഹിയുടെ മുഷ്ടിക്കുള്ളിലെ ഈ ഒരു പിടി ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ്. ഉപ്പ് പിടിച്ചിരിക്കുന്ന ഈ മുഷ്ടി തകർത്തേക്കാം, എന്നിരുന്നാലും ഇത് ഈ ഉപ്പ് വിട്ടുകൊടുക്കുകയില്ല. ഗാന്ധിജിയുടെ വാക്കുകൾ പാഴ്വാക്കുകളായില്ല. കൈപ്പത്തിക്കുള്ളിലെ ഒരു പിടി ഉപ്പ് സംരക്ഷിക്കാൻ വേണ്ടി അഭിമാനിയായ ഇന്ത്യക്കാരൻ പോലീസിന് തച്ചു തകർക്കാൻ തലമണ്ട നീട്ടിക്കൊടുത്തു. വെടിവെക്കാൻ വിരിമാറ് കാട്ടി. മർദ്ദനമേറ്റ് ബോധമില്ലാതെ നിലം പതിക്കുമ്പോഴും ഉപ്പിൻതരികൾ ചിതറിപ്പോകാതിരിക്കാൻ മുഷ്ടി നെഞ്ചോടമർത്തിപ്പിടിച്ചു. സ്വാതന്ത്ര്യ സമരഭടൻ്റെ മുഷ്ടിക്കുള്ളിലെ ഉപ്പ് അജയ്യതയുടെ പ്രതീകമായി മാറി. നാം ചങ്ങല പൊട്ടിച്ച കഥ കെ. തായാട്ട്.